ഹലോ, വെൽക്കം ബാക്ക് ടു day 4 of my healthy lifestyle challenge. ഞാൻ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് വെയിറ്റ് ഗെയിനിന് വേണ്ടി മാത്രമല്ല. നിങ്ങൾക്കറിയാം, വെയിറ്റ് ഗെയിൻ എൻ്റെ ഇതിൽ പോലും ഇല്ല. ഞാൻ എങ്ങനെയായിരിക്കണം അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഹെൽത്തി ആവണം എന്നുള്ള ഒരു തോട്ടായിരുന്നു. ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ്, സെൽഫ് ലവ്, സ്ട്രെസ് കുറയ്ക്കാൻ, ബെറ്റർ ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയായിരുന്നു. ഡെയിലി ഞാൻ വ്ളോഗ് ഇടുന്നുണ്ട്. കാണാത്തവർക്ക് പോയി ചെക്കൗട്ട് ചെയ്യാട്ടോ. ഞാൻ പ്ലേലിസ്റ്റിലാക്കി വെക്കുന്നുണ്ട്. ഇതാട്ടോ ഞാനും ലേൺ ചെയ്യുന്നത്. പെർഫെക്റ്റ് അല്ല, ബട്ട് കൺസിസ്റ്റൻസി ആണ് എൻ്റെ ഗോൾ. സോ ഇന്നത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, നിങ്ങൾ മറക്കല്ലേ. അപ്പം എൻ്റെ ഡെയിലി ലൈഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ദിവസത്തെ പോലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാൻ ചെയ്യുന്നത് 1 glass ഓഫ് വാട്ടർ. ഓവർനൈറ്റ് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ മോർണിംഗ് വാട്ടർ കുടിക്കുന്നത് ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ഫ്രഷ് ഫീൽ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സ്മോൾ ഹാബിറ്റ്സ് മേ ലുക്ക് സിമ്പിൾ, ബട്ട് ഓവർ ടൈം ദറ്റ് ക്രിയേറ്റ്സ് ബിഗ് ചേഞ്ചസ്. ഇനി മീൽ പ്രിപ്പാട്ടോ നിങ്ങൾ കാണുന്നത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ മോനും ഹസ്ബൻഡിനും വേണ്ടി മീൽ പ്രിപ്പ് ചെയ്യുന്നതാട്ടോ. ടുഡേ ഐ എം കുക്കിംഗ് റൈസ് ആൻഡ് എഗ്സ്. മോർണിംഗ് തന്നെ മീൽ റെഡിയാക്കി വെച്ചാൽ ലേറ്റർ ഓൺ അൺഹെൽത്തി ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ചാൻസ് കുറയും. ഹെൽത്തി ഫുഡ് റെഡിയാണെങ്കിൽ ഹെൽത്തി ചോയ്സസ് എടുക്കാനും നമുക്ക് സിമ്പിളാണ്, അല്ല ഈസിയാണ്. മീൽ പ്രിപ്പ് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ടുഡേ സ്മൂത്തി ഹാസ് സ്ട്രോബെറീസ്, മിൽക്ക്, ഫ്ലാക്സ് സീഡ്സ് ആൻഡ് ലിറ്റിൽ ഹണി. സ്ട്രോബെറീസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി നല്ലൊരു സോഴ്സാണ്. ഫ്ലാക്സ് സീഡ്സ് ഫൈബറും ഹെൽത്തി ഫാറ്റ്സും പ്രൊവൈഡ് ചെയ്യും. അതുതന്നെ മിൽക്ക് ഒരു പ്രോട്ടീനും കാൽഷ്യവും തരുന്നു. ഹെൽത്തി ഡ്രിങ്ക്സ് എക്സ്പെൻസീവ് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രം ഉണ്ടാക്കുന്നത് എന്നല്ല, സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. പോലെ തന്നെ അവക്കാഡോ സ്മൂത്തിയാണ്. അത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വെറൈറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് കൺസിസ്റ്റൻസി അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇഫ് സംതിങ് വർക്ക്സ് ഫോർ യുവർ ബോഡി, ഇറ്റ്സ് ഓക്കെ, എൻജോയ് ഇറ്റ് അഗെയിൻ. മിഡ് മോർണിംഗ് സ്നാക്സ് ഞാൻ വളരെ സിമ്പിളായിട്ടാണ്. ജസ്റ്റ് 1 ആപ്പിൾ. ആപ്പിൾ ഫൈബറിന് നല്ലതാണ്. ബിസി സ്നാക്സ് ആണ്, എസ്പെഷ്യലി ബിസി ഡേ ആണെങ്കിൽ. ഹെൽത്തി ഈറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ആക്കണമൊന്നുമില്ല. ലഞ്ചിന് ഞാൻ റൈസും എഗ്ഗുമാണ് ഇന്ന് കൊണ്ടുപോയത് വർക്കിന് വേണ്ടിയിട്ടോ. അതൊന്നും ഞാൻ ഈ വ്ളോഗിൽ കാണിക്കണില്ല, ബിക്കോസ് എനിക്ക് വർക്ക് പ്ലേസിൽ ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമായിരിക്കും, കുറച്ച് ബിസി ആയിരിക്കും ഈ ബ്രേക്ക് ടൈമിൽ. പണ്ടൊക്കെ ഞാൻ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ ഹെൽത്തി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഹോം മെയ്ഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എവറി മീൽ ഡസൻറ്റ് ഹാവ് ടു ബി ഫാൻസി. ഈവനിങ് സ്നാക്സിൽ ഞാൻ കഴിച്ചത് പിസ്താഷ്യോ, ആൽമണ്ട്സ്, വാൾനട്ട്സ്, അങ്ങനെ എല്ലാ നട്ട്സും കൂടി, പിന്നെ ഒരു മിൽക്കും കൂടി കേട്ടോ. വാൽനട്ട് ഹെൽത്തി ഫാറ്റ്സ് കൊണ്ടും omega 3 കൊണ്ടും റിച്ചാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ വർക്കിലായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, സെയിം റീസൺ കൊണ്ട് ആഫ്റ്റർനൂൺ സ്നാക്സും ഈവനിങ് സ്നാക്സും ഒന്നും ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഹെൽത്തി ഈറ്റിംഗ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ പ്രീ വർക്കൗട്ടിന് മുമ്പ് ഞാൻ 2 ആപ്പിൾസ് ആയിട്ട് കഴിച്ചത്. വർക്ക് കഴിഞ്ഞ് എനർജി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ലൈറ്റ് പ്രീ വർക്ക് സ്നാക്ക് എടുക്കുന്നത് വർക്കൗട്ട് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ വർക്കൗട്ട് ഫൈനലി ഞാൻ 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ആക്കി. ഞാൻ ഇപ്പോഴും ബിഗിനറാണ്. ഹെവി വെയ്റ്റ്സ് അല്ല, കറക്റ്റ് ഫോമിൽ പഠിക്കുന്നു, ഡെയിലി മൂവ് ചെയ്യാനുമാണ് എൻ്റെ ഫോക്കസ്. റിമെമ്പർ, യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ്, യു ജസ്റ്റ് ഹാവ് ടു കീപ് ഷോയിങ് അപ്പ്. എവറി വർക്കൗട്ട് ഈസ് മേക്കിംഗ് മീ എ ലിറ്റിൽ സ്ട്രോങ്ങർ ദാൻ യെസ്റ്റർഡേ. അപ്പോൾ ഞാൻ 30 മിനിറ്റ്സ് വർക്കൗട്ടാട്ടോ ചെയ്തത്. പിന്നെ ഡിന്നർ, വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ ഡിന്നറിൽ സിമ്പിൾ ഒരു നൂഡിൽസ്, സ്വീറ്റ് നൂഡിൽസാണ് കഴിച്ചത്. സംടൈംസ് നമ്മൾ ബിസി ആവും, സംടൈംസ് ടയേർഡ് ആവും. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എവറി സിംഗിൾ മീൽ പെർഫെക്റ്റ് ആക്കണമെന്നൊന്നുമില്ല, ബാലൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ടുമോറോ ഈസ് അനദർ ചാൻസ് ടു മേക്ക് അനദർ ഹെൽത്തി ചോയ്സ്. പിന്നെ നൈറ്റ് സ്കിൻ കെയർ. ഡേ എൻഡ് ചെയ്യുന്നത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ കൊണ്ടാണ്. വർക്കൗട്ട് ചെയ്ത് വർക്ക് കഴിഞ്ഞ് കുളിച്ച് ഫുൾ ഡേ ബിസി ആയാലും സ്കിൻ കെയർ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേ ആണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് കാണാത്തവർക്ക് വേണ്ടി ഒന്നുമില്ല ഞാൻ പറയണേ. ഫ്യൂ മിനിറ്റ്സ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് സെൽഫ് ലവ് തന്നെയാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് മീൻസ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ബോഡി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. അങ്ങനെ ഡേ 4 കംപ്ലീറ്റ്. ഹോണസ്റ്റ്ലി ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും കൺസിസ്റ്റ് ആകുമെന്ന് ഞാൻ പോലും കരുതിയില്ല. ബട്ട് എവറി സിംഗിൾ ഡേ ഐ എം ബിക്കമിങ് എ ബെറ്റർ വേർഷൻ ഓഫ് മൈസെൽഫ്. If you are also trying to live healthier, don't wait for one day, don't wait for next month. Start today, start so small, because small habits create a big transformation. അപ്പോൾ നമുക്ക് അടുത്ത ഡേ 5 കാണാം. ഇഫ് യു ആർ ഡൂയിങ് ദിസ് ചാലഞ്ച് വിത്ത് മീ, കമൻറ്റ് ബിലോ. ഡേ 4 done. I would love to cheer you on.